കട്ടപ്പനയിൽ ലഹരിക്കെതിരെ നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടി. കട്ടപ്പന സ്കാർഫീസ് സ്പോർട്സ് ക്ലബ്ബും കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിംഗും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിൽ കട്ടപ്പന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെയാണ് കട്ടപ്പന സ്കാർഫീസ് സ്പോർട്സ് ക്ലബ്ബും കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിംഗും വ്യത്യസ്ത ആശയവുമായി രംഗത്തെത്തിയത്. വളർന്നുവരുന്ന പുതുതലമുറയെ നശിപ്പിക്കുന്ന തരത്തിൽ രാസലഹരിയുടെ ഉപയോഗം കൂടുന്നു. ഇതിനെതിരെയാണ് കട്ടപ്പനയിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 16ഓളം ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരച്ചു. ലഹരിക്കെതിരെ നല്ല വാചകം എഴുതി അയക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുവാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. വ്യത്യസ്തമായ വാചകം എഴുതി അയച്ച ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ജുവൽ മരിയ സുബിനാണ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത്. ഓരോ കുട്ടികളും ഇന്ന് മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിനും ഒക്കെ അഡിക്റ്റ് ആയിരിക്കുന്നു. ആർക്കും പാടങ്ങളിലും പറമ്പുകളിലും ഒന്നും പോയി കളിക്കുന്ന ഒരു ശീലമില്ല. മനുഷ്യനിർമ്മിതമായ ലഹരി ഉപയോഗിച്ച് ഓരോരുത്തരും അവരുടെ തന്നെ ജീവിതം നശിപ്പിക്കുന്നു. കായികമാണ് ലഹരി, കലയാണ് ലഹരി എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വലിച്ചു തീർന്ന ഓരോ പുക ചുരുളുകളിലും എരിഞ്ഞു തീർന്ന ജീവിതങ്ങൾ അനവധി എന്നായിരുന്നു വാചകം. കട്ടപ്പന ATS അരീനയിൽ വെച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ചു. ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും മൊമെന്റോ നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് കായിക ലഹരി തുടർ പ്രഖ്യാപനം നടത്തി. അപ്പോൾ അങ്ങനെ വളരെയധികം ഇതിലേക്ക് ഇന്ന് നമ്മൾ TV നോക്കിയാൽ തന്നെ 2 കേസ് ലഹരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തം വരുത്തണമെങ്കിൽ ഇതിന്റെ ഡൈവേർഷൻ ആവശ്യമാണ്. ആ ഡൈവേർഷന്റെ ഭാഗമാണ് ഇന്ന് കൂടി വന്നിരിക്കുന്ന ഈ ടൂർണമെന്റ്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ടൂർണമെന്റിൽ വരുവാനും ഇവിടെ സംസാരിക്കാനും ഇടയാക്കിയത്. മുന്നോട്ട് ഈ ടൂർണമെന്റ് കണ്ടിന്യൂ ചെയ്യണം. അതിന് വേണ്ടുന്ന എല്ലാ സഹായവും കട്ടപ്പന മെർച്ചൻസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതായത് അടുത്തൊരു വോളിബോൾ ടൂർണമെന്റായിട്ടും അതിൽ സാമ്പത്തികമായി ഇച്ചിരി ബുദ്ധിമുട്ട് കൊള്ളും, എന്നാലും നമുക്ക് നോക്കാം. അതിനുശേഷം ഫുട്ബോൾ ടൂർണമെന്റ് അത് വരുമ്പോൾ എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാൽ പോലും ഇതെല്ലാം ഈ 5-6 സംഘടനകളുടെ പേര് പറയുന്നുണ്ടെല്ലാം ഇതെല്ലാം നമ്മുടെ ആൾക്കാർ, നമ്മുടെ പിള്ളേരാണ്. ഞാൻ എല്ലാവിധമായ പിന്തുണയും നൽകുന്നു. കട്ടപ്പന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. 3001 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും ഇവർക്ക് ലഭിച്ചു. കട്ടപ്പന സ്പാർട്ടൻ FC ടീം ടൂർണമെന്റിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ പെന്നി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകമല, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ജോഷി കുട്ടട, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, സ്കാർഫേസ് സ്പോർട്സ് ക്ലബ് രക്ഷാധികാരി സിജോ എവറസ്റ്റ് തുടങ്ങിയവർ സംസാരിച്ചു.